തന്നെ കിച്ചന്റെ റൂമും രേണുസുധിയുടെ അച്ഛൻ അമ്മ ഈ വീട് കയ്യേറി കിച്ചന്റെ റൂം കയ്യേറി എന്നൊക്കെ പറയുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് നാളിതുവരെ അത് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. രേണുസുധിയുടെയും കൊല്ലം സുധിയുടെയും 2 മക്കളായിട്ടുള്ള രാഹുലിനും ഋതുലിനും ഞാൻ ഇഷ്ടദാനം നൽകിയ ഭൂമിയിൽ പണിത് കൊടുക്കുവാൻ എൻ്റെ കൊണവടയായി. സോഷ്യൽ മീഡിയയിൽ എവിടെയോ രേണുസുധി ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ എന്നെ കാണിക്കുവാൻ എൻ്റെ കൊണവടയായി. അതൊരു തട്ടിക്കൂട്ട് വീടായിട്ട് പണിത് കൊടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടാണ്. KHDC എന്ന് പറയുന്ന ഒരു സംഘടനയും അതുപോലെ തന്നെ 24 ചാനലിലുള്ള ബഹുമാനപ്പെട്ട R. ശ്രീകണ്ഠൻ നായർ, ശ്രീ C. ഉണ്ണികൃഷ്ണൻ, രാഹുൽ ഇരുമ്പുകുഴി തുടങ്ങിയ നിരവധി മാധ്യമ സുഹൃത്തുക്കള്, സംഘടന ഇത്യാദി ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് നിർമ്മിക്കുവാനുള്ള പ്രപ്പോസലുമായിട്ട് എന്നെ സമീപിക്കുന്നത്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് ഇവിടെ എൻ്റെ പുരയിടത്തില് 2 കുഞ്ഞുങ്ങൾക്ക്, രേണുസുധിയുടെയും കൊല്ലം സുധിയുടെയും 2 മക്കളായിട്ടുള്ള രാഹുലിനും ഋതുലിനും ഞാൻ ഇഷ്ടദാനം നൽകിയ ഭൂമിയിൽ പണിത് കൊടുക്കുവാൻ എൻ്റെ കൊണവടയായി. അതിൻ്റെ ആശീർവാദ കർമ്മങ്ങൾ നിർവഹിക്കുവാനായിട്ട് രേണുസുധിയുടെ പിതാവ് എന്നെ ഔദ്യോഗികമായി ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് പോവുകയും ആ വീടിന്റെ ആശീർവാദ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലാണ് സോഷ്യൽ മീഡിയയിൽ എവിടെയോ രേണുസുധി ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ എന്നെ കാണിക്കുവാൻ എൻ്റെ കൊണവടയായി. ആ കുഞ്ഞുങ്ങളെ കാണിച്ചു, ഈ രേണുസുധിയുടെ വീടിന് എവിടെ ഒരു ചോർച്ച ഉള്ളതായിട്ട് ഞാൻ കേൾക്കുവാനിടയായി. പക്ഷെ ആ വീടിനൊരു ചോർച്ച ഉള്ളതായിട്ട് ഞാൻ അറിയുന്നില്ല. ഞാൻ അങ്ങനെ പോകാറില്ല. ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുള്ള ആ വീട്ടിൽ. അത് പോയെന്ന് വെച്ചാൽ ഹൗസ് വാമിങ്ങിനായിട്ട് പോയി. പിന്നെ വലിയ കാറ്റടിച്ച സമയത്ത് ആ വീടിന്റെ കുറെ ഓടുകൾ ഇവർ താമസത്തിന് വരുന്നതിന് മുമ്പ് പറന്നു പോയിട്ടുണ്ട്. അത് വീടിന് താമസം തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് കുറെ ഓടുകൾ പറന്നുപോയി. ആ ഓടുകളെല്ലാം തന്നെ KHDCയുടെ മെയിൻ്റനൻസ് സ്റ്റാഫുകൾ വന്നിട്ട് അതെല്ലാം വീണ്ടും നല്ലതുപോലെ വെച്ച് റെഡിയാക്കി നൽകി. വീണ്ടും ഈ അടുത്ത സമയത്ത് ഒരു 2 മാസം 3 മാസം മുൻപ് ഒരു വലിയ കാറ്റടിച്ചു. ആ സമയത്തും 1, 2, 3 ഓടുകൾ പറന്നുപോയി. അങ്ങനെയാണ് കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായ കാര്യമാണ്. പിന്നെ വീടിന്റെ അതിന്റെ റൂഫിന് ചോർച്ച വരുന്നതായിട്ടോ വന്നതായിട്ടോ എനിക്ക് പേഴ്സണലി അറിയത്തില്ല. അത് തീർച്ചയായിട്ടും രേണുസുധിയുടെ കുടുംബവുമായിട്ട് തന്നെ നേരിട്ട് നിങ്ങൾ കണ്ട് സംസാരിക്കണമെന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. എൻ്റെ അറിവിൽ ഇത് 2 കാര്യങ്ങളാണ്. അവിടെ ഈ മഴ പെയ്യുമ്പോൾ എയർ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂര പോലൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഗ്ലാസിൻ്റെ ഇടയ്ക്കൂടെയും ഗ്ലാസ് വെക്കാത്ത ഭാഗത്തൂടെയും വെള്ളം അകത്തേക്ക് പോകുന്നതായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ അതൊരു തട്ടിക്കൂട്ട് പണിത് വീടാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ദൈവത്തിന്റെ ശിക്ഷ എനിക്ക് വരും. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ഞാൻ ഒരു വീട് തട്ടിക്കൂട് വീടായിട്ട് പറയാൻ എനിക്ക് അർഹതയില്ല. കാരണം ഞാനല്ല പണിയിപ്പിച്ചത്. ഇതൊരു KHDC എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് പണിയിപ്പിച്ചത്. അത് ഫിറോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ നേതൃത്വത്തിലാണ് പണിയിപ്പിച്ചത്. അപ്പോഴ് അതൊരു തട്ടിക്കൂട്ട് വീടായിട്ട് പണിത് കൊടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നേതൃത്വത്തിലാണ് പണിതെങ്കിൽ ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കണം. എനിക്കറിയത്തില്ല. കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടാണ്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ കയ്യിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണാനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇന്റീരിയർ എന്താണ്, മറ്റു കാര്യങ്ങളെ പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള എനിക്കറിയത്തില്ല. അതുപോലെ ബിഷപ്പെ, രേണുസുധിയുടെ വീടും അതുപോലെ തന്നെ കിച്ചന്റെ റൂമും രേണുസുധിയുടെ അച്ഛൻ അമ്മ അതുപോലെ സഹോദരിയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്ത് പറയുന്നത്. ഈ വീട് കയ്യേറി കിച്ചന്റെ റൂം കയ്യേറി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇതിനുള്ള സത്യാവസ്ഥ എന്താണ്? രേണുസുധിയുടെ അമ്മയും പിതാവും ഇളയ മകനും കൂടാണ് അവിടെ താമസിക്കുന്നത്. പിന്നെ രേണുസുധിയുടെ ഒരു സഹോദരിയാണുള്ളത്. ആ സഹോദരിയുടെ കുഞ്ഞുങ്ങളും അവരും ഇവിടെ വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് അവരൊരു വാടക വീട് റെന്റിന് എടുത്തിട്ടുണ്ട് ആർക്ക്, ഈ സഹോദരിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവരവിടെ താമസിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെങ്കിൽ അവിടുത്തെ അവരുടെ അമ്മയും സഹോദരി ഇവിടെ ഉള്ളത് കൊണ്ട് ഈ മൂത്ത സഹോദരി, രേണുസുധിയുടെ മൂത്ത സഹോദരി ഇവിടെ വരികയും അവരെ, കാരണം അത് ആവശ്യമായിരിക്കുമല്ലോ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും
ഈ മാതാപിതാക്കളെ കൂടെ നോക്കേണ്ട കടമയുള്ളത് കൊണ്ട് അവർ വരികയും പോവുകയും ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ബിഷപ്പ്, അതുപോലെ തന്നെ ഈ വീടിനൊരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഫിറോസ് ഇതുവരെ കൈമാറിയിട്ടില്ല എന്നും അതുപോലെ തന്നെ വീടിന് ഒരു നമ്പർ ഇല്ലാന്നും പറയുന്നുണ്ട്. വീടിന് ഇതുവരെയും വീടിന് നമ്പർ ഇട്ട് കിട്ടിയില്ല എന്ന് അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ അവർക്ക് ലഭിച്ചില്ല എന്നാണ്. അത് ഞാനല്ല കൊടുക്കേണ്ടത്, അത് വീട് ബിൽഡ് ചെയ്ത ബിൽഡേഴ്സ് ആണ് അത് അവർക്ക് നൽകേണ്ടതെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത്. നാളിതുവരെ അത് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് രേണുസുതിയുടെ പിതാവ് എന്നോട് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞ കാര്യം അത് തന്നെയാണ്. അതാ ഞാൻ അതെ ചോദിച്ചത്. അതെ. അല്ലാതെ അവർക്ക് അതോട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. രേണുസുതിയുടെ പ്രോപ്പർട്ടിക്ക് 2 കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത പ്രോപ്പർട്ടിക്ക് ടാക്സ് റെസിപ്റ്റ് ഉണ്ട്, കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ട്, മറ്റെല്ലാ വിധമായ രേഖകളും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് ഈ വീടിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് ബിൽഡിംഗ് പെർമിറ്റ് നൽകിയിട്ടുണ്ട്, അത് ലഭിച്ചിരുന്നു. പക്ഷെ ബിൽഡിംഗ് കംപ്ലീഷൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തെങ്കിൽ മാത്രമേ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് വീടിന് നമ്പർ ഇട്ട് കൊടുക്കുകയുള്ളൂ. അത് പക്ഷേങ്കിൽ ഈ വീടിന്റെ ബിൽഡറാണ് നൽകേണ്ടതെന്ന് രേണുസുതിയുടെ പിതാവ് എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു.